ഇലോൺ മസ്കിന്റെ അഭിപ്രായത്തിൽ ഒരു രാജ്യത്തിന്റെ മീഡിയൻ ഏജ് പ്ലസ് 10 years ആണ് രാജ്യത്തിന്റെ പ്രസിഡന്റ് ഏറ്റവും ഐഡിയൽ. ഫോർ US 48 ഈസ് ബെസ്റ്റ്, ഇന്ത്യ 38 or 40 ഈസ് ഐഡിയൽ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഈ ഭരണം നടത്തുന്ന ഇപ്പൊ പലരും എന്നോട് ചോദിച്ചു, ഈ ഭരണം നടത്തുന്ന ആളുകളുടെ ഡെമോക്രസിയിൽ അവരുടെ എന്താണ് അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ജനാധിപത്യം ഇല്ല. ഒരു ക്വാളിഫിക്കേഷൻ, ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ, ഒരു സ്കിൽ ഉണ്ടായിരിക്കണം ഒരു ഭരണകർത്ത, ഒരു മന്ത്രിയാകാൻ, പ്രധാനമന്ത്രിയാകാനെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ആക്ച്വലി ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന ഒന്നുമില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സലാണ്. എല്ലാവർക്കും വോട്ടവകാശം, എല്ലാവർക്കും മത്സരിക്കാം, എല്ലാവർക്കും കയറാം, എല്ലാവർക്കും ഭരിക്കാം, എല്ലാവർക്കും ഭരിക്കപ്പെടാം. ഇതാണ് ജനാധിപത്യം. അവിടെ പിന്നെ നമ്മൾ പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റിനകത്ത് പ്രശ്നമാണ്, അല്ലെങ്കിൽ പ്രസിഡന്റിന് അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ആ മന്ത്രിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ആ മന്ത്രിക്ക് പള്ളിക്കൂടിയിൽ പോയിട്ടില്ല, ആ മന്ത്രി 4ാം ക്ലാസ്സിൽ തോറ്റതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അതൊക്കെ പരിമിതിപ്പെടുത്തുകയാണ്. ഇത് ഡിഗ്രി എങ്കിലും കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായവർക്ക് മാത്രമേ പ്രസിഡന്റ് ആവാൻ പറ്റൂ. അങ്ങനെ നിയമമുണ്ടോ? ഇല്ല. പിന്നെ അങ്ങനെ ആയാൽ കൊള്ളാം. അങ്ങനെ ആയാൽ എങ്ങനെ കൊള്ളാമെന്നാണ് പറയുന്നത്? അങ്ങനെ എത്ര പേരാണ് കയറി വരിക? അവർ കയറി വരുന്ന ഒരു വഴിയുണ്ടല്ലോ. ഈ ജനങ്ങളെ സ്വാധീനിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വിദ്യാഭ്യാസം ഒരു ഘടകമേ അല്ല. പിന്നെ അങ്ങനെ വരുന്ന ആർക്കെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർ ഒരുപക്ഷെ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറയാം എന്നല്ലാതെ എവിടെയാണ് അങ്ങനെ ഉള്ളത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണുള്ളത്? സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞു. അല്ലാതെ അല്ലെങ്കിൽ സ്കില്ലുണ്ടായിരിക്കണം അയാള്. പിന്നെ ചിലരെ ഈ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാറുണ്ട്, സംഗീതജ്ഞരെ. അവരാ രംഗത്ത് വലിയതാണ്. ക്രിക്കറ്റേഴ്സ്, സച്ചിൻ ടെണ്ടുൽക്കർ, അല്ലെങ്കിൽ കലാകാരന്മാർ, സയന്റിസ്റ്റുകളെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവർ ഇവിടെ ചെന്ന് ചെയ്യേണ്ട ജോലി എന്താണ്? നിയമനിർമ്മാണം. അത് ആക്ച്വലി അവർ അവിടെ പഠിച്ചാണ് ചെയ്യേണ്ടത്. അവിടെ നിന്ന് പഠിച്ചാൽ മതി. പഠിക്കാനും ശേഷി ഉണ്ടാവണം. പഠിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പഠിക്കാനുള്ള, അതാണ് ഞാൻ പറയുന്നത്. റിമെയിൻ എ സ്റ്റുഡൻറ്റ്, നോട്ട് എ നോളജ് പവർ ഹൗസ്. ഈ പഠിച്ചവർ എന്നുള്ളതിനേക്കാൾ ഞാൻ എപ്പോഴും മാർക്ക് കൊടുക്കുന്നത് പഠിക്കാൻ തയ്യാറായ മനുഷ്യർക്കാണ്. സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു സാധനമാണ് ഞാൻ എല്ലായിടത്തും പുഷ് ചെയ്യുന്നില്ല. പഠിച്ചവനല്ല, പഠിക്കുന്നവനാണ്. വിദ്യാർത്ഥിയാണ്. പഠിച്ചവൻ എന്ന് പറഞ്ഞാൽ വലിയ പഠിച്ചവൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു, അവൻ പഠിച്ചില്ല, അപ്പോൾ പിന്നെ എനിക്കവിടെ നിർത്താം എന്നൊരു സാധനം ഉണ്ടാവും. അല്ലെ ഞാൻ എന്തോ ഒരല്പം അരയിഞ്ച് പൊക്കത്തിലാണെന്നുള്ളൊരിത് ഉണ്ടാവും. പക്ഷെ പഠിക്കുന്നവനത് ഉണ്ടാവില്ല. അവന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. കാരണം അവനെ ഓരോ ദിവസവും അവൻ അനുഭവപ്പെടുകയാണ്, അറിയുകയാണ്.